ആരെനിക്കായി പോകുമെന്നൊരു ധ്വനിയൻ കൃത്തിൽ മുഴങ്ങി, ആരൻ മൊഴിയായി തീരുമെന്നൊരു മൃദുല സ്വരം ഞാൻ കേട്ടു. ഞാൻ പോകാം നാഥ, ഞാൻ പോകാം, ലോകമെങ്ങും നിൻ സുവിശേഷം പങ്കുവച്ചിടുവാൻ. ഞാൻ പോകാം നാഥ, ഞാൻ പോകാം, ലോകമെങ്ങും നിൻ സുവിശേഷം പങ്കുവച്ചിടുവാൻ. ലോകമെങ്ങും പോയിടാൻ ക്രിസ്തു നമ്മെ വിളിക്കുന്നു, സുവിശേഷമായി തീരാനവനൻ ഹൃത്തിൽ മന്ത്രണമേകുന്നു, എൻ ഹൃത്തിൽ മന്ത്രണമേകുന്നു. സുവിശേഷമേകാൻ സാക്ഷ്യമാകാൻ ഭാരതമണ്ണിലിറങ്ങിടാം. സുവിശേഷമേകാൻ സാക്ഷ്യമാകാൻ ഭാരതമണ്ണിലിറങ്ങിടാം. അക്രമവും ശത്രുതയും ദൂരയകറ്റും സുവിശേഷം, സ്നേഹത്തിൻ വിരളത നീക്കി ദാഹമകറ്റും സുവിശേഷം. അക്രമവും ശത്രുതയും ദൂരയകറ്റും സുവിശേഷം, സ്നേഹത്തിൻ വിരളത നീക്കി ദാഹമകറ്റും സുവിശേഷം. സർവജനത്തിനുമേകാനായി ഞാൻ പോകാം നാഥാ, ലോകമെങ്ങും നിൻ സുവിശേഷം പങ്കുവച്ചിടുവാൻ. സർവജനത്തിനുമേകാനായി ഞാൻ പോകാം നാഥാ, ലോകമെങ്ങും നിൻ സുവിശേഷം പങ്കുവച്ചിടുവാൻ. ലോകമെങ്ങും പോയിടാൻ ക്രിസ്തു നമ്മെ വിളിക്കുന്നു, സുവിശേഷമായി തീരാനവനൻ ഹൃത്തിൽ മന്ത്രണമേകുന്നു, എൻ ഹൃത്തിൽ മന്ത്രണമേകുന്നു. നീതിക്കായി വിശന്നീടാൻ നീതിയോടെന്നും ഘോഷിക്കാൻ, ഹൃദയവിശുദ്ധിയിൽ ജീവിക്കാം കരുണയോടെന്നും സ്നേഹിക്കാം. നീതിക്കായി വിശന്നീടാൻ നീതിയോടെന്നും ഘോഷിക്കാൻ, ഹൃദയവിശുദ്ധിയിൽ ജീവിക്കാം കരുണയോടെന്നും സ്നേഹിക്കാം. ഞാൻ പോകാം നാഥാ, ലോകമെങ്ങും നിൻ സുവിശേഷം പങ്കുവച്ചിടുവാൻ. ആരെനിക്കായി പോകുമെന്നൊരു ധ്വനിയൻ കൃത്തിൽ മുഴങ്ങി, ആരൻ മൊഴിയായി തീരുമെന്നൊരു മൃദുല സ്വരം ഞാൻ കേട്ടു. ഞാൻ പോകാം നാഥ, ഞാൻ പോകാം, ലോകമെങ്ങും നിൻ സുവിശേഷം പങ്കുവച്ചിടുവാൻ. പ്രൈസ് ദി ലോർഡ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 11 വരെയുള്ളതിനാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിനെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സമനസ്സാത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എന്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലം എന്നിയെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നല്ല ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യും. നടത്തപ്പെടുന്ന ഈ കോഴ്സിന് നേതൃത്വം നൽകുന്ന ആലിസൂട്ടി ആന്റി, ടോമിച്ചൻ ചേട്ടൻ, മറ്റെല്ലാ കോർഡിനേറ്റേഴ്സിനെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരും ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യം ഓരോരുത്തരുടെയും കടമയാണെന്ന ബോധ്യത്തോടെ പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിസ്യ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും
ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ നയിക്കുന്ന കോഴ്സുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഹൃദയത്തിലേറുന്ന കൃഷ്ണമതിയായ ധാരാളം ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് തോന്നുന്ന റെജീന ചേച്ചിക്ക് ഡേറ്റയുടെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റാതെ വന്നത്. ഇന്നത്തെ പ്രാരംഭ ഗാനത്തിലൂടെയും തിരുവചന വായനയിലൂടെയും ഇന്നത്തെ വിഷയം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന എല്ലാവരെയും ഈ കേരള CBCയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ മിസ്സിയോ കോഴ്സിന്റെ 9ാമത് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നിത്യസത്യങ്ങളെ കുറിച്ച് കേൾക്കുകയായിരുന്നു. ദൈവസ്നേഹത്തിൽ തുടങ്ങി പാപാവസ്ഥ എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ദൈവം ഈശോയിലൂടെ നമുക്ക് ഒരുക്കിയ രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഈശോ ഒരുക്കിയ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വിശ്വാസ മാനസാന്തര പ്രത്യുത്തരത്തിലൂടെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ പരിശുദ്ധാത്മാവിന്റെ ജ്വലനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും നിറഞ്ഞ കൂട്ടായ്മയിലായിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുകയായിരുന്നു. ഇന്നത്തെ പ്രാരംഭകാലത്തിൽ നമ്മൾ കേട്ടതുപോലെ ഈ കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം. ഇന്ന് നമ്മൾ കേൾക്കുന്നതും ധ്യാനിക്കുന്നതും സുവിശേഷ പ്രഘോഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആഘോഷിച്ചത്. നമ്മൾ നമുക്ക് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു വ്യാഴാഴ്ച ആയിരിക്കണം. കാരണം ഈസ്റ്റർ ഞായറാഴ്ചയാണ് നമ്മൾ അനുമാനിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചയാണ് സ്വർഗാരോഹണ തിരുനാൾ വരുന്നത്. ആ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പന നാം മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കും. നമ്മളിപ്പോ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ തിരുവചനം റെജീന ചേച്ചി വായിച്ചത് നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും ഒരു ചുമതലയും കർത്തവ്യവുമാണ്. സഭയുടെ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നല്ല, സഭയുടെ ഏക ദൗത്യമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ദൗത്യത്തിലേക്ക് സഭയെ നയിക്കാനുള്ള ഉപാധികൾ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങളുടെ കണ്ണും കാതും തുറന്നിരിക്കാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാരണം നമ്മൾ ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള നിത്യസത്യങ്ങൾ നമ്മൾ ധ്യാനിച്ചതും പഠിച്ചതും. ഈ കോഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പ്രാരംഭ ഗാനം പാടിയ സഗ്രയ ചേട്ടനും അതുപോലെ പ്രാർത്ഥനയോടുകൂടി നമ്മളെ ഈ സെഷനിലേക്ക് നയിച്ച റെജീന ചേച്ചിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. നമ്മളുടെ ഈ കോഴ്സ് മിസ്സിയോ ടീമിന്റെ ലീഡറായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആലിസൂട്ടി ചേച്ചിയാണ്. ആലിസൂട്ടി ചേച്ചിയും അതുപോലെ ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതും മിസ്സിയോയുടെ എല്ലാ കോഴ്സുകൾക്കും ഉത്തരവാദിത്വം വഹിക്കുന്നതും ടോമിച്ചൻ പുല്ലങ്കാവൽ എന്ന പേരുള്ള ബ്രദറാണ്. ഇവർ രണ്ടുപേരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സർവാത്മന സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ KRL CBCയുടെ വിശ്വാസ പരിശീലന കമ്മീഷണർ സെക്രട്ടറി മാത്യു പുതിയാത്തച്ഛനെ ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക്
ഇന്നത്തെ സെഷന്റെ അവസാനം കൺക്ലൂഡിംഗ് മെസ്സേജ് തരാനും നമ്മളെ ബ്ലസ് ചെയ്യാനുമായിട്ട് എത്തുന്ന അരുൺ മാത്യു തൈപ്പറമ്പിൽ അച്ഛൻ കമ്മീഷൻ ഫോർ ചിൽഡ്രൻ, അതായത് KRL CBCയുടെ കുട്ടികൾക്കായുള്ള കമ്മീഷന്റെ സെക്രട്ടറിയാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളുടെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്, ക്ലാസ് എടുക്കുന്നവരും ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരും. അവരെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ കയറിയിരിക്കുന്ന വൈദികർ, സിസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാ ബഹുമാന്യരായ ദൈവമക്കളെയും ഏറെ സ്നേഹത്തോടെ, ഏറെ ആദരവോടെ, സന്തോഷത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെയും അതുപോലെ നമ്മളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും സ്വർഗീയ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷനിലേക്ക് പ്രവേശിക്കാം. ഞാൻ പ്രൊക്ലമേഷന് വേണ്ടിയിട്ട് ടോജി മാത്യുവിനെ ക്ഷണിക്കുകയാണ്. സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു പൗലോസേട്ടാ. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തില് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചത്. അപ്പൊ അതുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും അനുതപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നുള്ള ഒരു ആഹ്വാനവുമായിട്ടാണ് ഈശോ അന്ന് കടന്നു വന്നത്. നമുക്കറിയാം, സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ഇന്ന് ലോകത്തിലെ ചുറ്റും കണ്ണോടി ചെയ്യുമ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും, ഇനിയും അനേകം കോടി ജനങ്ങള് കർത്താവിനെ പറ്റി അറിയാത്തവരായിട്ട് ഈ ലോകത്തിലുണ്ട്. അവരെല്ലാം കർത്താവിനെ അറിയുക എന്നുള്ളൊരു ദൗത്യമാണ് ക്രൈസ്തവരായ നമ്മളെ ഓരോരുത്തരെയും വരമേൽപ്പിച്ചിരിക്കുന്നത്. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് അതൊരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു പ്രഘോഷണമോ മാത്രമല്ല, അത് യേശുക്രിസ്തു എന്നുള്ള വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. അവിടുത്തെ ജീവിതവും മരണവും ഉത്ഥാനവും, ഇതാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇവാഞ്ചലിയ നൂഷാന്തിയില് വിശുദ്ധ ജോൺ പോൾ ആറാമൻ മാർപ്പാപ്പ പറയുകയാണ്, വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ പറയുകയാണ്, സുവിശേഷവൽക്കരിക്കുക എന്നത് സഭയുടെ പ്രത്യേക കൃപയും ദൗത്യവുമാണ് എന്ന്. സഭയുടെ ഏറ്റവും ആഴത്തിലുള്ള ഒരു ഐഡന്റിറ്റിയാണ് ഇത് എന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞു വെക്കുകയാണ്. അതായത് സഭ സുവിശേഷവൽക്കരിക്കാതിരുന്നു കഴിഞ്ഞാൽ, ആ ഒരു ദൗത്യത്തിൽ സഭ ഏർപ്പെടുന്നില്ലെങ്കിൽ സഭയ്ക്ക് സഭയായിരിക്കാനായിട്ട് കഴിയുകയില്ല. പൗലോസേട്ടൻ പറഞ്ഞതുപോലെ സഭയുടെ പല ദൗത്യങ്ങളിൽ ഒന്നല്ല, സഭയുടെ ഏക കടമയാണ് സുവിശേഷ പ്രഘോഷണം നടത്തുക അല്ലെങ്കിൽ സുവിശേഷവൽക്കരണം നടത്തുക എന്നുള്ളത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ വളരെ മഹത്തായ ഒരു മഹാകൽപ്പന ഈശോ തന്റെ ഉദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. ശിഷ്യന്മാരിലൂടെ നമ്മൾ ഓരോരുത്തരോടുമാണ്, നമുക്ക് ഓരോരുത്തർക്കുമാണ് ആ ഒരു ദൗത്യം നൽകപ്പെടുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന്. മനുഷ്യരോട് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടാണ് കർത്താവ് ഇവിടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇതേ വാക്കുകൾ തന്നെ നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചുകൂടെ വലിയൊരു പ്രസ്താവനയായിട്ട് അല്ലെങ്കിൽ വലിയൊരു ദൗത്യമായിട്ട്, കൽപ്പനയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന്. ഈ ഒരു ദൗത്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെയൊക്കെ പലപ്പോഴും മനസ്സിലേക്ക് കടന്നു ഒരു ചിന്ത, സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഇത് ഏതാനും അച്ഛന്മാർക്ക് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് മാത്രം പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കടമയാണ് അല്ലെങ്കിൽ ഒരു ദൗത്യമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഓരോരുത്തരുടെയും കടമയാണ് സുവിശേഷം പ്രഘോഷിക്കുക, സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളത്. മാമോദീസ വഴിയെ നമുക്ക് സുവിശേഷം ജീവിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും സുവിശേഷം പകർന്നു നൽകുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്ക് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ സ്ഥൈര്യ ലേപനത്തിലൂടെ അല്ലെങ്കിൽ തൈല അഭിഷേകത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള ധൈര്യവും കൃപയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവാഞ്ചലി ഗൗതിയം, സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പോസ്തോലിക ആഹ്വാനത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നു, മാമോദീസ സ്വീകരിച്ച എല്ലാവരും സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ് എന്നുള്ളത്.
അതുകൊണ്ട് നാം ഓരോരുത്തരും സഭയുടെ അവിഭാജ്യ ഘടകമായ നാം ഓരോരുത്തരും സുവിശേഷ പ്രഘോഷകരാണ്, സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ്. അതുകൊണ്ട് ഓരോ കുടുംബവും ഒരു ചെറിയ സഭയാണ്. നമ്മളെല്ലാം പറയുമല്ലോ, സഭയുടെ ഇടവകയുടെ ഏറ്റവും ചെറിയ തലങ്ങളിൽ തുടങ്ങുന്ന ഒരു സഭയാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ കുടുംബവും ഒരു ചെറിയ സഭയാണ്, ഓരോ വിശ്വാസിയും ഒരു മിഷനറിയാണ് എന്ന ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടുത്തെ തിരഞ്ഞെടുക്കുകയല്ല ഇത്. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് പ്രത്യേകമായിട്ട് ക്രൈസ്തവനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ഒരു ഫലം കർത്താവ് മാമോദീസായിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു ഫലം നമ്മൾ ഓരോരുത്തരും പുറപ്പെടുവിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ലോകമെങ്ങും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക, സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളത്. സഭയുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആജൻഡസ് എന്ന പ്രമാണത്തില് ഇപ്രകാരമാണ് പറയുന്നത്, സഭാ സ്വഭാവത്താൽ തന്നെ ഒരു പ്രേക്ഷിതയാണ് അല്ലെങ്കിൽ ഒരു മിഷണറിയാണ് എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഈശോ ഈ ലോകത്തിലേക്ക് ആദ്യത്തെ പ്രേക്ഷിതനാണ്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ആ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഈശോ അയക്കപ്പെട്ടത്. ഈശോ പറയുന്നുണ്ടല്ലോ, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് എന്റെ ഭക്ഷണം എന്നുള്ളത്. അപ്രകാരം ഈ ലോകത്തിലേക്ക് തന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് ഈശോ കടന്നു വന്നു. ഈ ലോകത്തില് സുവിശേഷം പ്രഘോഷിച്ചു. തന്റെ ജീവിതം ഒരു സുവിശേഷമാക്കി മാറ്റിക്കൊണ്ട്, തന്റെ ജീവിതവും പ്രവൃത്തിയും തന്റെ വാക്കുകളും എല്ലാം സുവിശേഷമാക്കി മാറ്റിക്കൊണ്ട് ഈ ലോകത്തിൽ അവിടുന്ന് സുവിശേഷം പ്രസംഗിച്ചു. നമുക്കറിയാം, അതിനുശേഷം ഈശോ മിശിഹായുടെ മരണത്തിനും ഉത്ഥാനത്തിനും പുനരുത്ഥാനത്തിനും ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശിഷ്യന്മാര് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഇന്ന് സ്ലീഹന്മാരിലൂടെ ആ കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസ തീക്ഷ്ണത നമുക്ക് ഓരോരുത്തർക്കും മാമോദീസായിൽ ലഭിച്ചിരിക്കുന്ന ആ വിശ്വാസം നമ്മൾ ഓരോരുത്തരും ഇന്ന് സഭയുടെ ഭാഗമായിക്കൊണ്ട് ലോകമെങ്ങും പോയിട്ട് ആ ഒരു സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്നാണ്. സുവിശേഷ വൽക്കരണം എന്ന് പറയുന്നത് ഒരു വാക്കല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രസംഗമോ നമ്മൾ പ്രഘോഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഒരു സാക്ഷ്യമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവ സാക്ഷ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് കർത്താവ് എപ്രകാരമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെട്ടത് എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. യുവാഞ്ചലി നൗശാന്തിയിൽ പറയുന്നു, ആധുനിക മനുഷ്യൻ അധ്യാപകരെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവരെക്കാൾ കൂടുതൽ സാക്ഷികളെ കൂടുതൽ ശ്രമിക്കുന്നു. അധ്യാപകരെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്നതിന്റെ കാരണം അവർ സാക്ഷികളായതിനാലാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിത സാക്ഷ്യമാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പ്രഘോഷിക്കേണ്ടതും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടതും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ഒരു പ്രകാശം, നമ്മൾ ഓരോരുത്തരും പ്രകാശമാണ് ഈ ലോകത്തിന്റെ. ആ ഒരു പ്രകാശം നമ്മൾ മറച്ചു വെക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് വഴി കാണിക്കുവാനായിട്ട് കർത്താവിന്റെ പക്കലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ടുള്ള പ്രകാശമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയും ഒരു പുഞ്ചിരിയും ഒരു സംസാരവും അതെല്ലാം ഒരു സുവിശേഷവൽക്കരണമാണ്. ക്ഷമിക്കാനാവാത്തത് ക്ഷമിക്കുക, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. വൈരാഗ്യമുള്ള ഈ ലോകത്തില് വൈരാഗ്യമുള്ളവരെ സ്നേഹിക്കുക, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. നിരാശയുള്ള ഈ ലോകത്തിൽ നമ്മൾ പ്രത്യാശയുള്ളവരാവുക, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞത് പ്രകാരമാണ്, നാം എല്ലാവരും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, പക്ഷേ വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്ന രീതിയിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യണമെന്നില്ല. നമ്മൾ ഒരിക്കലും സ്റ്റേജ് കെട്ടിയോ അല്ലെങ്കിൽ മൈക്ക് പിടിച്ചോ സുവിശേഷ പ്രഘോഷകരാകണമെന്നില്ല. മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ വലിയ സ്നേഹത്തോടു കൂടി മറ്റുള്ളവരുടെ ആ ഒരു സമീപത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നാണ് വിശുദ്ധ മദർ തെരേസ പറഞ്ഞു വെക്കുക. പൗലോസ്ലീഹ നമുക്ക് നൽകുന്ന വലിയൊരു ഒരു ഒരു മുന്നറിയിപ്പുണ്ട്. 1 കൊരിന്ത്യർ 9:16 നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതാണ്. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട മിഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു പൗലോസ്ലീഹ നമുക്ക് നൽകുന്ന ആ ഒരു മുന്നറിയിപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം അത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പൗലോസ്ലീഹ എപ്രകാരമാണ് പറയുന്നത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, കാരണം അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിലോ എനിക്ക് ദുരിതമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ, നമുക്കൊക്കെ നൽകപ്പെട്ടിരിക്കുന്ന ആ ഒരു ദൗത്യം, നമുക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു കടമ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, എന്റെ കുടുംബത്തിന് ദുരിതം, എന്റെ സമൂഹത്തിന് ദുരിതം, എന്റെ സഭയ്ക്ക് ദുരിതം. സുവിശേഷവൽക്കരണത്തിന്റെ അടിസ്ഥാന പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു.
ആ ഒരു കെറിഗ്മ അല്ലെങ്കിൽ പ്രാരംഭ പ്രഘോഷണം എന്നുള്ളത് ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുവെന്നും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മളെ യാതൊരു അളവുകളും കൂടാതെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്നും, എന്നാൽ നമുക്ക് ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണെന്നും, ആ പാപാവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുവാനായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഈ ഭൂമിയിൽ കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങളൊക്കെ വീട്ടി നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും, അങ്ങനെ നമ്മൾ രക്ഷിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രത്യുത്തരം നമ്മൾ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക. അപ്പോൾ ഈശോ തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട നമ്മുടെ കടമയാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ളത്. ഇതാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ഇതാണ് അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചതും സഭയും അത് തന്നെയാണ് ഇന്ന് പ്രഘോഷിക്കുന്നത്. നമുക്കറിയാം, പന്തക്കൊസ്താ തിരുനാളിന്റെ ആ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പത്രോസ്ലീഹ ജെറുസലേമിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയം നുറങ്ങി അവർ ചോദിക്കുന്നുണ്ട് പത്രോസിനോട്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ പത്രോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനം 2:38 നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം എന്നുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, പശ്ചാത്തപിക്കണം, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. ഇതായിരിക്കണം നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ഇനിയും കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് 2 തരത്തിലുള്ള സുവിശേഷ പ്രഘോഷണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നവസുവിശേഷവൽക്കരണവും പുനഃസുവിശേഷവൽക്കരണവും. നമുക്കറിയാം, ഇനിയും കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരിലേക്ക് കർത്താവിനെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് നവസുവിശേഷവൽക്കരണം എന്ന് പറയുന്നത്. പുനഃസുവിശേഷവൽക്കരണം ക്രൈസ്തവൻ എന്ന ലേബലിൽ മാത്രം ജീവിക്കുന്ന, ഒരുപക്ഷെ ഞായറാഴ്ച മാത്രം ക്രൈസ്തവൻ എന്ന ലേബലിൽ ജീവിക്കുന്ന അനേകം പേരുണ്ട്. വെറും ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന അനേകം പേരുണ്ട്. അവരെയൊക്കെ വീണ്ടും സുവിശേഷവൽക്കരിച്ചുകൊണ്ട് പുനഃസുവിശേഷവൽക്കരണവും സാധ്യമാക്കുക എന്നുള്ളതാണ് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് CCCയിലെ സഭ പഠിപ്പിക്കുന്നുണ്ട്, സുവിശേഷവൽക്കരണം സഭയുടെ അടിസ്ഥാന ദൗത്യമാണ് എന്നുള്ളത്. അതായത് നമ്മൾ പോകുന്നിടത്തെല്ലാം യേശുവിന്റെ സാന്നിധ്യം എത്തിക്കുവാനായിട്ട്, യേശുവിനെ പറ്റി പ്രഘോഷിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഫ്രാൻസിസ് മാപ്പാപ്പ വീണ്ടും പ്രകാരം പറയുക, ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ വീണ്ടും പറയുകയാണ്, പുതിയ സുവിശേഷവൽക്കരണം പുതിയ ആവേശത്തോടെയും പുതിയ മാർഗങ്ങളോടെയും പുതിയ പ്രകടനങ്ങളോടെയും കൂടെയും ആയിരിക്കണം. നമുക്കറിയാം, ഒത്തിരിയേറെ മാർഗങ്ങൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുമൊക്കെ നമുക്ക് ഈ ഒരു നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് നമുക്ക് ആ സുവിശേഷം എത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു വലിയ സത്യം നമ്മൾ മറക്കരുത്. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആ ഒരു സുവിശേഷ പ്രഘോഷണം നമുക്ക് സാധ്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് സുവിശേഷവൽക്കരണം ഒരു അഭിഷേകമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ റെഡംറ്റോറിയസ് മിസ്സിയോയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പയുടെ വലിയൊരു വിലാപം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ദൈവം തന്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി. പക്ഷേ ഇന്നും ആ ഒരു സഭയുടെ ദൗത്യം ഇന്നും വളരെ അകലെയാണ് എന്നുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നും സഭയുടെ ആ ഒരു സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ സുവിശേഷവൽക്കരണം, എല്ലാവരിലേക്കും സുവിശേഷം എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം ഇനിയും അകലെയാണ് എന്നുള്ളതാണ് ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ തന്റെ റെഡംറ്റോറിയസ് മിസ്സിയോയിൽ പറഞ്ഞു വെക്കുക. കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്, ആരാണ് എനിക്ക് വേണ്ടി പോകുക എന്നുള്ളത്. യേശയ്യാവോട് ചോദിച്ചതുപോലെ ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം, ഇതാ എന്നെ അയച്ചാലുമെന്ന്. നമ്മുടെയൊക്കെ വീടുകൾ സുവിശേഷ പ്രഘോഷണത്തിന്റെ കേന്ദ്രങ്ങളാവണം. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പ്രാർത്ഥനയുടെ വീടുകളാവണം. നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഒരു സാക്ഷ്യ ജീവിതമാകണം. നമുക്ക് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ഒന്നും എന്നെ മാറ്റാൻ സാധിക്കില്ല എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ എന്തു വന്നാലും എന്നെ ഇത് ബാധിക്കുകയില്ല. കാരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് കർത്താവിനെ പറ്റി മറ്റുള്ളവരൊക്കെ പങ്കുവെച്ചു കൊടുക്കുക. അതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ. മാമോദീസായിലൂടെ, തൈലാഭിഷേകത്തിലൂടെ, ലേപനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യം അതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവിന്റെ ആ ഒരു സുവിശേഷം, കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ച ആ ഒരു ദൗത്യം ഒരു വലിയ വാഗ്ദാനവും കൂടി അവിടെ നിന്ന് നമുക്ക് നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28:20 ഞാൻ ലോക അവസാനം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. അതേ പ്രിയപ്പെട്ടവർ, ആ ഒരു ബോധ്യത്തോടു കൂടി കർത്താവിന്റെ സുവിശേഷം കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റിക്കൊണ്ട് സുവിശേഷ പ്രഘോഷണത്തില് നമ്മൾ ഓരോരുത്തരും ഇറങ്ങി തിരിക്കേണ്ടതുണ്ട്. ഇനിയും കർത്താവിനെ അറിയാത്തവരുടെ ഇടവിലേക്ക്, അതുപോലെ തന്നെ വെറും ഒരു പാരമ്പര്യ ക്രിസ്ത്യാനികളായി ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നവസുവിശേഷവൽക്കരണവും പുനഃസുവിശേഷവൽക്കരണവും സാധ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്, ഏക കടമയാണ്.
അതിനാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു വാഗ്ദാനം, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്, പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത്, സഭയോടൊപ്പമാണ് നമ്മൾ ഐക്യപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും യഥാർത്ഥ സുവിശേഷത്തിന്റെ സാക്ഷികളാകുവാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ സ്വർഗ സൗഭാഗ്യവും നിത്യജീവനും ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. താങ്ക് യു ടോജി. ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്നും മനസ്സിലാകുന്ന രീതിയിൽ വളരെ നല്ല ഒരു പ്രഘോഷണം ചെയ്ത ടോജിക്ക് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഇനി സുവിശേഷ പ്രഘോഷണത്തിന്റെ ജീവിത സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട് മേരിയസ് ദർശനെ ക്ഷണിക്കുകയാണ്. സ്തുതിയായിരിക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഏറെ വൈകിയാണ് ഞാൻ ഈശോയെ അറിഞ്ഞത്. ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഞാൻ ഒരു കത്തോലിക്ക മകനെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കാനിടയായി. അതെ, ഈശോ എന്നെ വിളിച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പേ അവിടുന്ന് എന്നെ കണ്ടു, അവിടുന്ന് എന്നെ പേര് ചൊല്ലി വിളിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സാക്ഷ്യവുമായിരിക്കുന്നത്. എൻ്റെ 2019 ഞാൻ ഈശോയെ അറിയുന്നത്. എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു സങ്കടാവസ്ഥ എൻ്റെ മകളുടെ പഠനത്തിലെ തടസ്സമാണ് എനിക്ക് ഈശോയിലേക്ക് അടുക്കാനുള്ള കാരണമായത്. ഒരു 13 വർഷം സ്നേഹിച്ചു വിവാഹം കഴിച്ചതിന്റെ പേർക്ക് എൻ്റെ അമ്മ എന്നോട് സംസാരിക്കത്തില്ലായിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ എൻ്റെ അമ്മ എന്നോട് മിണ്ടണം. മണ്ണർക്കാട് പള്ളിയിൽ 8 നോമ്പെടുത്ത് 8 ദിവസം പള്ളിക്ക് ചുറ്റും മുട്ട നടന്ന് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ അമ്മ മിണ്ടണം. കറക്റ്റ് 8ാം വക്കം എൻ്റെ അമ്മ എന്നെ വീട്ടിൽ വിളിച്ചു. എൻ്റെ ജീവിതത്തിൽ അതിൽ പിന്നെ വന്നത് മൊത്തവും ഭയങ്കര അത്ഭുതങ്ങളായിരുന്നു. കുഞ്ഞുനാളിലെ ഉണ്ടായിരുന്ന യൂറിനൽ ഇൻഫെക്ഷന്റെ രോഗം മാറി. ലോൺ എടുത്ത് ഭവനം പണിതിരുന്നു. ആ ലോൺ എഴുതി തള്ളി, ആധാരം തിരിച്ചു കിട്ടി. കുഞ്ഞിലെ 50 പേരിൽ ഒരാളായിട്ട് തയ്യൽ പഠിച്ച് തയ്യക്കടയിട്ടു. ഇങ്ങനെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ വന്നു. എന്നാൽ ഈശോയെ അറിയുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ വന്ന തടസ്സത്തിന്റെ പേർക്ക് വീണ്ടും ചെന്ന് അമ്പലത്തിൽ പൂജയും വഴിപാടും ഒക്കെ ചെയ്തു നടന്നു. അപ്പൊ ആ തിരുമേനി പറയുകയാണ്, ചേട്ടന് പാൻക്രിയാസിന് നീർക്കെട്ട് വന്ന് ഹോസ്പിറ്റലായ സമയത്താണ് വീണ്ടും ചെന്ന് അമ്പലത്തിൽ ചെന്ന് തിരക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ ദിവസവും വന്ന് നാരങ്ങ വിളക്കും കത്തിച്ച് ഇത്രയും പൂജ ചെയ്തോളാൻ പറഞ്ഞു. 500 രൂപ വെച്ച് ആഴ്ചയിൽ കൃത്യമായിട്ട് ഞാൻ അടച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടും ദൈവം വിശ്വസ്തനാണ്. സാധു വിധവ സ്ത്രീ നീതിമാനല്ലാത്ത മനുഷ്യനെ ദൈവത്തെയോ മാനിക്കാത്ത രാജാവിനോട് നീതി നടത്തി തരാൻ രാവും പകലും വിളിച്ചപേക്ഷിച്ചപ്പോൾ നീതിരഹിതനായ രാജാവ് നീതി നടത്തി കൊടുത്തുവെങ്കിൽ ശക്തനായ ദൈവം തന്റെ വിളിക്കപ്പെട്ട ജനത്തിനായി സർവ്വതും നന്മയ്ക്കായി ചെയ്തു തരികയില്ലേ? അതിന് കാലവിളംബം വരുത്തുമോ? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടും ദൈവം വിശ്വസ്തനായിരുന്നു. എന്റെ മകളെ കാനഡയ്ക്ക് വിട്ടു പഠിപ്പിക്കാനായിട്ട് ഞാൻ ഒരുങ്ങി. 13 ലക്ഷം രൂപ അടച്ചു. എന്ത് ചെയ്താ കുഞ്ഞിനെ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ തടസ്സം വന്ന സമയത്താണ് ഞാൻ വീണ്ടും ഈശോയുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, തീക്ഷ്ണമായിട്ട് തന്നെയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഇരിക്കെ എനിക്ക് മാമുദിസ മുങ്ങാൻ സാധിക്കുന്നേയില്ല. അങ്ങനെ ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ പോയി. പള്ളി ചെന്ന എവിടെ ഏത് പുരോഹിതനെ കണ്ടാലും ഞാൻ പറയൂ എനിക്ക് മാമുദിസ മുങ്ങണം എന്ന് പറഞ്ഞ് ഞാൻ കരയുന്നതായിരുന്നു എൻ്റെ ഒരു പരിപാടി. അപ്പൊ ആ അച്ഛൻ എൻ്റെ തലയിൽ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരാൾ പറയുകയാണ്, വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നൽകിയാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്, നീ അപ്പോസ്തല പ്രവർത്തനം എടുത്ത് വായിക്കുക എന്ന്. ഞാൻ വീട്ടിൽ വന്നു അപ്പോസ്തല പ്രവർത്തനം എടുത്ത് വായിച്ചു. ഞാൻ ഈ മാമുദിസ മുങ്ങുന്നതിന് മുമ്പ് 2 ട്രിപ്പ് ബൈബിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബൈബിള് അപ്പോസ്തല പ്രവർത്തനം എടുത്ത് വായിച്ചപ്പോ 1-ാം അധ്യായം 3 തൊട്ടുള്ള വചനം, പീഡാനുഭവത്തിന് ശേഷം യേശു 40 ദിവസത്തേക്ക് അവരുടെ ഇടയിൽ ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അവരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്തെന്നാൽ എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും.
ശരിക്കും ആദ്യത്തെ ഞാൻ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബൈബിൾ വായിച്ച ആദ്യത്തെ ട്രിപ്പ് ഫുള്ള് ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ കണ്ണുനീര് മാത്രമേ ഉള്ളായിരുന്നു. ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് എന്നെ ഏറെ പിടിച്ച ഒരു വചനം ഇതായിരുന്നു. ഷണ്ടൻ തേരി പോകുന്ന സമയത്ത് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 26 മുതലുള്ള വചനം ഷണ്ടനോട് ഫിലിപ്പോസിനോട് പറയുകയാണ്, തേരിനോട് ചേർന്ന് നടക്ക, നീ വായിക്കുന്ന വചനം നിനക്ക് മനസ്സിലായോ എന്ന് ഫിലിപ്പോസ് ചോദിക്കുമ്പോൾ ആരെയും വിവരിച്ചു തരാതെ എങ്ങനെ മനസ്സിലാകാനാ? ഫിലിപ്പോസ് ഷണ്ടന് ആ വചനം വിവരിച്ചു കൊടുത്തു. എന്നിട്ട് വെള്ളമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, എന്നെ സ്നാനപ്പെടുത്തി എന്ന് ഷണ്ടൻ പറയുന്നത് പോലെ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ബൈബിൾ വായിച്ച് തീർത്തു. രണ്ടാമത്തെ ട്രിപ്പ് ബൈബിൾ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള വിഷമം എനിക്കുണ്ടായി. അപ്പൊ ദാനിയേൽ പൂണത്തിലച്ഛന്റെ ബൈബിൾ സ്റ്റഡി കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, ഡിവൈനിൽ ചെന്ന് ഞാൻ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുകയും ചെയ്തു. അത് കറക്റ്റ് എൻ്റെ ഈശോ എന്നെ ഒരുക്കിയത്. എൻ്റെ അച്ഛൻ ഫെബ്രുവരി 20-ാം തീയതി മരിക്കുകയാണ്. മാർച്ച് 14-ാം തീയതി ഞാൻ മാമോദിസ മുങ്ങിക്കഴിഞ്ഞു. ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോ നീയാണ് എൻ്റെ ഏകരക്ഷകൻ, എന്നെ നീ നിന്റെ മകളായിട്ട് മാറ്റിയേ പറ്റൂ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു. കൃത്യം എനിക്കത് സാധിച്ചു തരികയും ചെയ്തു. ഇതിലേറെ അനുഭവങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായി. ഇങ്ങനെ ദൈവവചനം എന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതാണ്, പത്രോസ് നേരം വെളുക്കോളം മീൻ പിടിച്ചു, ഒന്നും ലഭിച്ചില്ല. വെളുപ്പിനെ ഈശോ പടകി വന്നിട്ട് പറയണം, ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്, ഏറെ ലഭിച്ചു. അയ്യോ ഞാൻ പാവിയാകുന്നെന്ന് പറഞ്ഞ് വെള്ളത്തിലെടുത്ത് ചാടി. ഇല്ല, പത്രോസിനോട് പറയണം, ഇനി നീ മീനെ പിടിക്കുന്നവനല്ല, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുന്നു. ഈ സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. ഇതെന്റെ കടമയാണ്. ഇത് ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. 1 കൊരിന്ത്യർ 9:16. ഞാൻ ആ വചനത്തെ മുറുകെ പിടിച്ചു. എന്നെ തീർച്ചയായിട്ടും ദൈവം തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ മാമോദീസ മുങ്ങി തിരിച്ചു വരുന്ന സമയം എനിക്ക് കിട്ടുന്ന വചനം ഗലാത്യ 1:11 തൊട്ടുള്ള വചനം. ഇതാരും എന്നെ പഠിപ്പിച്ചില്ല. ഇത് ആരുടെ വായിന്ന് കേൾക്കാനായിട്ട് ഞാനൊട്ട് നിന്ന് കൊടുത്തിട്ടുമില്ല. വചനോത്സവം എന്റെ കയ്യിൽ കൊണ്ടുതരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ ഇട്ട് ചവിട്ട് ചെയ്തു, ദോഷമാണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ റോഡിൽ നിന്ന് പ്രസംഗിക്കുന്നവർ പറയും, കർത്താവിനെ രുചിച്ചറിയാൻ, ചക്കയും മാങ്ങയാണ് രുചിച്ചറിയാം, ഇവന്മാർക്ക് കുറെ പണിയില്ലേ, ജോലി ചെയ്യാൻ മടിച്ചിട്ട് ഇവന്മാർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇന്ന് എൻ്റെ മുന്നിൽ വരുന്ന ഒരു മനുഷ്യനെ പോലും ഈശോയെ അറിയാതെ പോകരുത് എന്ന ഒരു പൂർണ്ണ ബോധ്യം എനിക്ക് തരാൻ ഈശോ എന്നെ ഒരുക്കി. അതാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അതുപോലെ ഇരിക്കും, നിലത്ത് വീണ് അഴിയുന്നെങ്കിലോ ഏറെ ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തെ ദൈവം ഒരുക്കി. തടിയോട് ചേർന്ന് നിൽക്കുന്ന ആ മുന്തിരിശാഖ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഈശോ എൻ്റെ ജീവിതത്തിൽ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ വചനം വഴി എന്നോട് കൃത്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഒടുവിലാണ് ഉണർന്നത്. കല പെറുക്കുന്നവരുടെ ഇടയിൽ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിരുന്നു. എങ്കിലും കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിച്ച് ചക്ക് നിറച്ചു. എന്റെ ജീവിതം ഈശോയ്ക്കായിട്ട് ഞാൻ സമർപ്പിക്കാൻ തുടങ്ങി. എന്നെ ഒന്നും തന്നെ മാറ്റി നിർത്താൻ ഇടയാക്കിയില്ല. ദൈവവചനം വായിക്കാൻ 2ാമത്തെ ട്രിപ്പ് ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ മാമോദിസ മുങ്ങി. 3ാമത്തെ ട്രിപ്പ് ബൈബിൾ വായിക്കുമ്പോൾ കണ്ണുനീരോടുകൂടെ ഈശോയുടെ മുമ്പിൽ പോയി ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ, കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടെ കൊയ്യും. ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ദൈവം പ്രവർത്തിച്ചു. 3ാമത്തെ ട്രിപ്പ് ബൈബിൾ വായിച്ചു തീർത്തപ്പോൾ ഈശോയെ എനിക്ക് സ്ഥിരം സ്വീകരിക്കാൻ സാധിച്ചു. 4ാമത്തെ ട്രിപ്പ് ബൈബിൾ വായിച്ചു തീർത്തപ്പോൾ എൻ്റെ മൂത്ത മകളും മാമോദിസ ഈശോയുടെ കുഞ്ഞായിട്ട് മാറി. എൻ്റെ ജീവിതം ദൈവം തിരഞ്ഞെടുത്തതായിരുന്നു. അപ്പൊ എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം കിട്ടി. ആ ഗ്രൂപ്പില് കുറെ രോഗികളെ എനിക്ക് കാണിച്ചു തരികയാണ്. അത് 1-2 പേരെ വിളിച്ച് സംസാരിച്ചു. ഒരാളെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആകർഷണം, ദൈവമേ ഇതെന്നെ പരിപാടിയായി, ഇത്രയും രോഗികളാണെങ്കിൽ ആണുങ്ങളല്ലേ, ഞാൻ എന്തിനാ ഇവരോട് മിണ്ടുന്നത്? അപ്പൊ ഈശോ എനിക്ക് കാണിച്ചു തരികയാണ് 88-ാം സങ്കീർത്തനം, പരിത്യക്തന്റെ വിലാപം. അയാളുടെ രോഗാവസ്ഥയിൽ, അയാളുടെ സങ്കടാവസ്ഥയിൽ ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ട് ആ വചനം പറയാണ്, അന്ധകാരമാണ് അവസാനമെന്ന്. ശരിക്കും അതെ, ആ ഒരു അവസ്ഥയിൽ ഇവരെ കണ്ടുമുട്ടി. ഈ ആളിലൂടെ ഞാൻ ഒരുപാട് രോഗികളെ കണ്ടുമുട്ടി. ഇവരുടെ അടുത്തിരുന്ന് ഓരോ 3ാമത്തെ ട്രിപ്പ് ബൈബിൾ വായിച്ചപ്പോൾ തൊട്ട് ഇപ്പൊ ഞാൻ ഇത് 6ാമത്തെ ട്രിപ്പാണ് ബൈബിൾ വായിക്കുന്നത്. ഇവരുടെ ഒപ്പം ഇരുന്നാണ് ഞാൻ വായിക്കുന്ന വചനം ഇവർക്ക് ഞാൻ വിവരിച്ച് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ അവിടുന്ന് വിജാതിയർക്ക് അവിടുന്ന് വെളിപാടിന്റെ ആത്മാവിനെയാണ് പ്രദാനം ചെയ്തത്. ഓരോ വചനവും എന്നിലേക്ക് ഇറങ്ങി വരുന്നത് തീ പോലെ, അവിടുത്തെ തീ എന്നിൽ ജ്വലിക്കാൻ തുടങ്ങി. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ ഒരുക്കമായിട്ടിരുന്നു. ബസ്സിൽ പോകുമ്പോൾ, നടന്നു പോയാല്, ട്രെയിനിൽ പോയാല്, എവിടെ പോയാല് എൻ്റെ അടുത്ത് ഇരിക്കുന്നവൻ ഈശോയെ അറിയണം. എന്നെ കാണുന്നവൻ നിന്നെ കാണാതെ പോയാലോ കഷ്ടം, ഈ ജീവിതം നഷ്ടം. എന്നെ കേൾക്കുന്നവൻ നിന്നെ കേൾക്കാതെ പോയാലോ വ്യർത്ഥം, ഈ ശബ്ദമോ നഷ്ടം. ശരിക്കും അർത്ഥവത്തായ വരികളാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച അന്നു മുതൽ ഇന്ന് വരെ തമ്പുരാനെ
നിനക്ക് വേണ്ടി ഇതാ ഞാൻ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാനുള്ള കൃപയും അനുഗ്രഹവും എനിക്ക് കിട്ടി. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും 2 ആഴ്ച കുടുംബത്തിന് കുമ്പസാരിച്ച് ദൈവസന്നദ്ധിയിലും മാപ്പിരുന്ന് ഭാവിയും ബലഹീനയുമായി എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണേ എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. എന്നെ കഴിയുന്നത് ഈ രോഗികൾക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ ആവശ്യങ്ങൾ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്നിലുള്ളത് ദൈവവചനം മാത്രം. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, നസ്രായനായ യേശുവിൻ്റെ നാമം മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ ഞാൻ അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ. നമ്മുടെ ഈ മിസ്യോ ഫാമിലിയിൽ കുറേ കൂട്ടുകാര് ഇവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. 23 വർഷമായിട്ട് പുറം ലോകത്ത് സ്വയം എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. അപ്പൊ അത്രയ്ക്ക് ഒതുങ്ങി എല്ലാവരും തള്ളപ്പെട്ട് കിടന്ന് ഇവർക്ക് വീൽ ചെയർ, ലിഫ്റ്റിംഗ് മെഷീന്, അതുപോലെ തന്നെ ഇവരുടെ സഹായത്തിനും മരുന്ന് ആവശ്യങ്ങൾക്കുള്ള പൈസ, ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും എൻ്റെ വായിലൂടെ അതെ മദർ തെരേസ പോയി തിരക്കി എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തായോ അവർ തുപ്പി കൊടുത്തപ്പോ ഇത് എനിക്കുള്ളതാ, ഇനി എൻ്റെ മക്കൾക്കുള്ളത് താന്ന് പറഞ്ഞ് ചോദിച്ചു മേടിച്ച പോലെ ശരിക്കും താണ് ദൈവസന്നിധിയിലേക്ക് ഇത് അങ്ങയുടെ ദാസി എന്നുള്ള അങ്ങയുടെ വേല ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു ജീവിതമാണ് എൻ്റേത്. ദൈവം നമ്മളെ വിളിച്ചിറക്കിയ ഒരിക്കലും നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഉറപ്പ്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആമേൻ. വാക്കുകളേക്കാൾ ജീവിത സാക്ഷ്യങ്ങൾ തേടുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റെ കുടുംബ സാഹചര്യങ്ങളിലും ജോലി ചെയ്യുന്ന ചുറ്റുപാടുകളിലുമൊക്കെ എങ്ങനെ വചനം പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് ജീവിത സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തിയ മേരി സുദർശന് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഇനി നമുക്ക് സ്ലൈഡ് പ്രസന്റേഷനായിട്ട് നാൻസി ടീച്ചറിനെ ക്ഷണിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ചാണല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പ്രൊക്ലമേഷനിലൂടെയും സ്ലൈഡ് ടെസ്റ്റിമണിയിലൂടെയും വചന പ്രഘോഷണത്തിന്റെ പ്രാധാന്യത്തെയും അനിവാര്യതയെയും കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. ഉദ്ധിതനായ യേശുക്രിസ്തു തന്റെ സ്വർഗാരോപണത്തിന് മുമ്പ് നമുക്കൊരു മഹാകൽപ്പന നൽകിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന് നമ്മോടുള്ള ആഹ്വാനവും വാഗ്ദാനവുമാണിത്. മാർക്കോസിന്റെ സുവിശേഷത്തിലും നാം ഇതേ ആഹ്വാനം കാണുന്നുണ്ട്. മാർക്കോസ് 16:15 ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇതാണ് ആ മഹാകൽപ്പന. ഇത് അനുവർത്തിക്കേണ്ടത് മാമോദീസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ്. യേശു ഭൂമിയിലേക്ക് വന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ്. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും അയക്കപ്പെട്ടവനായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഏഷ്യയിലെ സഭ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിലൂടെ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ തന്റെ ഉദ്ബോധനത്തെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും മൗലികമായ സത്യത്തിൽ നിന്ന്, അതായത് സൃഷ്ടാവിനോടും പരിശുദ്ധാത്മാവിൽ ക്രിസ്തു സാധിച്ച രക്ഷയോടുമുള്ള ബന്ധത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട സമൂഹം ജീവന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് വഴിതെറ്റി അകന്നകന്നു പോവുകയേ ഉള്ളൂ. നമ്മൾ സഭയാകുന്ന കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. മാമോദീസ വഴി നമുക്ക് സുവിശേഷം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വമാണ് ലഭിക്കുന്നത്. മാനസാന്തരത്തിലേക്കും വരപ്രസാദത്തിലേക്കും ജ്ഞാനത്തിലേക്കുമുള്ള ഒരു വിളി എന്ന നിലയിലുള്ള നവീന സുവിശേഷവൽക്കരണമാണ് കൂടുതൽ നല്ല ലോകത്തിനും കൂടുതൽ പ്രകാശപൂർണമായ ഭാവിക്കും വേണ്ടിയുള്ള യഥാർത്ഥമായ ഏക പ്രത്യാശ. ക്രിസ്തു ആദ്യ പ്രേക്ഷിതൻ, ദ ഗ്രേറ്റ് ഔട്ട്റീച്ച് ഫ്രം ദ ട്രിനിറ്റി. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് പിതാവിനാൽ അയക്കപ്പെട്ട ക്രിസ്തുവാണ് ആദ്യ പ്രേക്ഷിതനും പൂർണ്ണ പ്രേക്ഷിതനും. ദൈവിക പദ്ധതിയെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് നസ്രായനായ യേശുവാണ്. മാമോദീസ സമയത്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ സദ്വാർത്ത പ്രസംഗിച്ചുകൊണ്ട് ഗലീലിയിലൂടെ ചുറ്റി സഞ്ചരിച്ച് അവിടുന്ന് പറഞ്ഞു, സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു.
അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പിതാവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം. പിതാവ് എന്നെ ഏൽപ്പിച്ച മനുഷ്യരക്ഷ എന്ന മഹാദൗത്യം അതിന്റെ പൂർണ്ണതയോടെ നിറവേറ്റണമെന്നും അത് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നുമുള്ള രീതിയിലുമായിരുന്നു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളും താരതമ്യപ്പെടലും അത്ഭുതങ്ങളും പ്രാർത്ഥനകളും പഠനങ്ങളും എല്ലാം. മനുഷ്യരോട് താതാത്മ്യപ്പെടാൻ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് മാതാപിതാക്കളോടൊപ്പം നസ്രത്തിൽ വളർന്നു. തന്റെ പരസ്യ ജീവിതകാലമായ 3 വർഷത്തോളം ശിഷ്യരെ തെരഞ്ഞെടുത്ത് അവരെ പഠിപ്പിച്ചും ശിക്ഷണം നൽകിയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചും ജെറുസലേം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ ഭക്ഷണം. യേശുവാണല്ലോ ആദ്യ പ്രേക്ഷിതൻ. യേശുവിന്റെ പ്രേക്ഷിത തീക്ഷ്ണത ബൈബിളിൽ ഉടനീളം നാം കാണുന്നുണ്ട്. യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും അനുഭവിക്കുകയും ചെയ്ത ജനങ്ങൾ ആ പട്ടണം വിട്ടുപോകരുതെന്ന് യേശുവിനെ നിർബന്ധിച്ചു. എന്നാൽ യേശു പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യ പ്രേക്ഷിതന്റെ തീക്ഷ്ണതയാണ് നാം ഇവിടെ കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും അവിടുത്തെ കണ്ടുമുട്ടിയവർ, അവിടുത്തെ അറിഞ്ഞവർ പ്രേക്ഷിതരായി മാറുന്നത്. ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിച്ചും അടിച്ചമർത്തിയും തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന സൗൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ പൗലോസായി. യേശുവിന്റെ പ്രേക്ഷിതനായി പൂർവാധികം ശക്തിയോടും തീക്ഷ്ണതയോടും കൂടെ എല്ലായിടത്തും ചുറ്റി നടന്ന് ധൈര്യപൂർവ്വം സുവിശേഷം പങ്കുവയ്ക്കുന്നു. യേശുവിനെ കണ്ടുമുട്ടിയ അന്ത്രയോസിൽ പരിവർത്തനമുണ്ടായി. അയാൾ ഓടിച്ചെന്ന് ശിമയോനോട് പങ്കുവയ്ക്കുന്നു. ഫിലിപ്പോസ് തനിക്കുണ്ടായ ക്രിസ്തു അനുഭവം നഥാലിയനോട് പറയുന്നു. സമരിയാക്കാരി സ്ത്രീയുടെ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നട്ടുച്ച വെയിലത്താണ് വെള്ളം കോരാൻ അവൾ കിണറ്റിൻകരയിൽ എത്തുന്നത്. അവൾക്കറിയാം ആ സമയത്ത് ആ പരിസരത്തൊന്നും ആരും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന്. പക്ഷെ യേശുവിന് അവളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. യേശു അവളുടെ അടുത്ത് ചെന്ന് അവളോട് വെള്ളം ചോദിച്ചു. അവൾക്കതൊരു പുതിയ അനുഭവമായിരുന്നു. തുടർന്നുള്ള സംസാരത്തിൽ അവൾ മനസ്സിലാക്കി തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്നോട് വെള്ളം ചോദിച്ച ആൾ യഥാർത്ഥ യേശുവാണെന്ന്. പിന്നെ നമ്മൾ കാണുന്നത് കുടമുപേക്ഷിച്ച് ഗ്രാമത്തിലേക്ക് ഓടി അവിടെയുള്ള എല്ലാവർക്കും യേശുവിനെ പകർന്നു കൊടുക്കുന്ന പുതിയൊരു വ്യക്തിയെയാണ്. യേശു തിരഞ്ഞെടുത്ത തന്റെ 12 ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ച് അവർക്ക് പടിപടിയായി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് വേണ്ട ശിക്ഷണങ്ങൾ നൽകി ഒരു കൂട്ടായ്മയിൽ അവരെ നവീകരിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16:15 യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ആദിമസഭ മിഷനറി സഭയാണ്. ശിഷ്യന്മാർ യേശുവിനാൽ അയക്കപ്പെടുകയാണ്. അവർ വിവിധ രാജ്യങ്ങളിൽ പോയി ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും അനേകരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അതിർത്തികൾ വരെയും സുവിശേഷം പ്രസംഗിച്ചു. യേശു തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ശിഷ്യന്മാർ യേശുവിന്റെ കൂട്ടായ്മയിൽ നിന്ന് അയക്കപ്പെടുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:21 യേശു പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ് യേശു അയക്കപ്പെട്ടത്. അതുപോലെ ശിഷ്യന്മാരും യേശുവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് അയക്കപ്പെടുന്നു. അവർ ഒറ്റയ്ക്കല്ല, 2 പേർ വീതം പല സ്ഥലങ്ങളിലേക്കാണ് അയക്കപ്പെട്ടത്. സുവിശേഷം ജീവിക്കുവാനും പങ്കുവെക്കുവാനുമായിട്ടാണ് അവർ അയക്കപ്പെട്ടത്. വിശുദ്ധ യോഹന്നാൻ 13:35 നാം വായിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പ്രിയ സഹോദരൻ, മാമോദീസ വഴി നമുക്ക് സുവിശേഷം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വം ലഭിക്കുന്നു. എന്നാൽ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ധൈര്യവും കൃപയും ലഭിക്കുന്നു. നമുക്കറിയാം, സഭ കൂട്ടായ്മകളുടെ കൂട്ടായ്മയാണ്. മാമോദിസ വഴി
നാമും യേശുവിന്റെ മൗലിക ശരീരമായ സഭയുടെ അംഗങ്ങളായി തീരുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:16 പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനമായ സുവിശേഷത്തിന്റെ ആനന്ദം 120 ഖണ്ഡികയിൽ പറയുന്നു, ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളും മാമോദീസയുടെ ശക്തിയാൽ പ്രേക്ഷിത ശിഷ്യരായി തീർന്നിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ചവരെല്ലാം സഭയുടെ അവർക്കുള്ള സ്ഥാനമോ അവർക്ക് ലഭിച്ച വിശ്വാസ പരിശീലനത്തിന്റെ അളവോ എന്തായിരുന്നാലും സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ്. പരിശുദ്ധ മാർപ്പാപ്പ അസന്നിഗ്ധമായി പറയുന്നു, മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം. ആദിമസഭയുടെ ജീവിതവും പ്രവർത്തനവും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആദിമസഭ രൂപം കൊണ്ടതിന് ശേഷം സഭ വളരാൻ തുടങ്ങിയപ്പോൾ പീഡനത്തിനിരയായി. അപ്പസ്തോല പ്രവർത്തനം 7:5. ക്രിസ്തുവിനെ പ്രഘോഷിച്ച സ്തെഫാനോസിനെ അവർ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു കൊന്നു. സാവുൾ സ്തെഫാനോസിന്റെ വധത്തെ അനുകൂലിച്ച് ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ശിഷ്യന്മാരെല്ലാം ചിതറിക്കപ്പെട്ടു. പക്ഷേ ചിതറിക്കപ്പെട്ടവർ എത്തിച്ചേർന്ന ഇടങ്ങളിൽ ആത്മനിറവോടെ കൂടുതൽ തീക്ഷ്ണതയോടെ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. സാവുൾ പൗലോസ് ആകുന്നതിന് മുമ്പ് കർത്താവിന്റെ ശിഷ്യന്മാർക്കെതിരെ ഭീഷണിയും വധവും വിശ്വസിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ സാവുൾ യേശുവിനെ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടൽ സാവുളിൽ സമഗ്ര മാറ്റം ഉണ്ടാക്കി. അവൻ ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് വിശ്വാസത്തിൽ വളർന്ന് സുവിശേഷം പ്രഘോഷിച്ചു. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15:19, തന്നിമിത്തം ഞാൻ ജെറൂസലേം തുടങ്ങി ഇല്ലിരിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിനെ കുറിച്ചും സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ തീക്ഷ്ണത കാണാൻ പറ്റും. റോമ 8:35, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? സുവിശേഷ പ്രഘോഷകന് ജീവിതത്തിൽ വളരെയേറെ ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. യേശു ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ എല്ലാവരും വളരെ ക്രൂരമായ രീതിയിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നത്തെ ക്രൈസ്തവ സഭയും പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒഡീഷയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസും ഫാമിലിയും മധ്യപ്രദേശിലെ ഝാൻസിയിൽ വെച്ച് 52 വെട്ടുകളാൽ കൊല ചെയ്യപ്പെട്ട കേരള സഭയുടെ പ്രിയപുത്രി റാണി മരിയും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ചിതറിക്കപ്പെട്ട യേശു ശിഷ്യന്മാർ ചെന്നിടത്തെല്ലാം സുവിശേഷാത്മക സമൂഹത്തെ രൂപപ്പെടുത്തി. ഇന്ന് എന്താണ് എന്റെ ദൗത്യം? എന്റെ ദൗത്യം നാം മനസ്സിലാക്കണം. സുവിശേഷം ജീവിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക. സുവിശേഷം ജീവിക്കാതെ, സുവിശേഷം പ്രഘോഷിക്കാതെ ഇരുന്നാൽ എനിക്ക് ദുരിതം. എനിക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന്. ഞാൻ 1 കൊരിന്തോസ് 9:16 പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എന്റെ പ്രിയരെ, എന്നെ ഈ സുവിശേഷ പ്രസംഗത്തിലെ ഈ മിസിയോ ടീമിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ഒരു വചനമാണിത്. 2024 ഓഗസ്റ്റ് മാസം ഞാൻ മിസിയോ ടീമിന്റെ ഒരു കോഴ്സ് ഞങ്ങളുടെ ഇടവകയിൽ വെച്ച് നടത്തിയപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ ഇടയായി. അന്ന് എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ അത് അത്ര വലിയ ആകർഷകത്വമൊന്നും എനിക്ക് തോന്നിയില്ല ആദ്യത്തെ ദിവസങ്ങളിൽ. പക്ഷെ ഈ സുവിശേഷ പ്രഘോഷണം വന്ന് ഈ വചനം സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. അതിനെ കുറിച്ച് ടോമിച്ചൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ എന്റെ ഹൃദയത്തിൽ അത് ടച്ച് ചെയ്തു. എന്റെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒരു വചനമായിരുന്നു അത്. അതായത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. ഓക്കെ, അത് എന്റെ കടമയാണ്.
രണ്ടാമത്തെ വചനം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ദുരിതം. ആ വചനം എന്നെ വളരെയധികം ടച്ച് ചെയ്തു. ഞാൻ തീരുമാനിച്ചു ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ യേശുവിനായിട്ട് ചെലവഴിക്കും. ഞാൻ ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അതിന് ഞാൻ പഠിക്കണം. ഞാൻ പഠിച്ചു കഴിഞ്ഞാല് ഞാൻ യേശുവിനെ അറിയണം, യേശുവിനെ അനുഭവിക്കണം. എന്നാലേ അതെനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഞാൻ തീരുമാനിച്ചു. അന്നു മുതൽ ഞാൻ ഈ ടീമിന്റെ ഭാഗമായി. നമുക്കിവിടെ കാണാം ശിഷ്യന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തിലുള്ള ആവേശം. അപ്പോസ്തല പ്രവർത്തനം 4:20 നാം വായിക്കുന്നു, എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. 1 യോഹന്നാൻ 1:1 വീണ്ടും പറയുന്നു, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. സുവിശേഷ പ്രസംഗത്തിന് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീക്ഷ്ണവും സന്തോഷകരവുമായ ഒരു അനുഭവമാകാൻ ദൈവവചനവുമായുള്ള ആശ്വാസദായകമായ ഒരു അഭിമുഖീകരണമാകാൻ നവീകരണത്തിന്റെയും വളർച്ചയുടെയും നിരന്തരമായ ഒരു ഉറവിടമാകാൻ കഴിയും. സുവിശേഷത്തിന്റെ ആനന്ദം 135 ഖണ്ഡികയിൽ പറയുന്നു. വീണ്ടും 136 ഖണ്ഡികയിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പ്രസംഗകനിലൂടെ മറ്റുള്ളവരിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് ദൈവമാണെന്നും മനുഷ്യന്റെ വാക്കുകളിൽ കൂടി അവിടുന്ന് തന്റെ ശക്തി പ്രകടമാക്കുന്നുവെന്നുമുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷ പ്രസംഗത്തിലുള്ള നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് നവീകരിക്കാം. സുവിശേഷത്തിന്റെ ആനന്ദം 150 ഖണ്ഡികയിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇന്നും സാക്ഷികളെ ശ്രവിക്കുന്നത് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. അവർ ആധികാരികതയ്ക്ക് വേണ്ടി ദാഹിക്കുകയും അവർ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന പോലെ തങ്ങൾക്കറിയാവുന്നതും പരിചിതവുമായ ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സുവിശേഷ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സുവിശേഷത്തിന്റെ ആനന്ദം 151 ഖണ്ഡിക വീണ്ടും നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് അതിനെ തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാൻ സമ്മതിക്കുന്ന ജീവസ്വച്ച സ്വതന്ത്രരായ സർഗാത്മകതയുള്ള വ്യക്തികൾ എന്ന നിലയിൽ നമ്മെ ഉപയോഗപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. രക്ഷകന്റെ മിഷൻ നമ്മൾ വായിക്കുന്നുണ്ട്, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഈ പദവി സ്വന്തം മേന്മകളിൽ നിന്നുള്ളതല്ല, അത് യേശുക്രിസ്തുവിന്റെ പ്രത്യേകമായ കൃപയാലാണ്. ഈ കൃപയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യും. ഇതെല്ലാം പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തിൽ നമ്മളുടെ ഉത്തരവാദിത്വം അല്ല, നമ്മളുടെ കടമയാണ് എന്നാണ്. സുവിശേഷ പ്രഘോഷണം മാമോദീസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെയും കടമയാണെന്നാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ വചനങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. നിങ്ങളാണ് ദൈവത്തിന്റെ ഇപ്പോൾ. സിനഡാനന്തര അപ്പസ്തോലികോദ്ബോധനം ക്രിസ്തു ജീവിക്കുന്നു എന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളാണ് ദൈവത്തിന്റെ ഇപ്പോൾ. അതെ, ദൈവത്തിന് ഇപ്പോൾ പ്രവർത്തിക്കാൻ നമ്മളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യ ഹൃദയങ്ങളിലായിരിക്കുക എന്ന മിഷൻ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതെനിക്ക് എടുത്തു കളയാവുന്ന ഒരു ബാഡ്ജ് അല്ല. അത് ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചാലല്ലാതെ എന്നിൽ നിന്നും പിഴുതെറിയാൻ ആവില്ല. ഞാൻ ഈ ഭൂമിയിൽ ഒരു മിഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. വചനം പ്രഘോഷിക്കുന്നതിലൂടെ എന്ത് ലഭിക്കുന്നു? ഇതൊരു ചോദ്യമാണ്. എന്താണ് നമുക്ക് വചനം പ്രഘോഷിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നേട്ടം, എന്താണ് നമുക്ക് ലഭിക്കുന്നത്? വേറൊന്നുമല്ല, സ്വർഗ സൗഭാഗ്യവും നിത്യജീവനും. അതാണല്ലോ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ആ ലക്ഷ്യത്തെ മുൻനിർത്തി നമ്മൾ വചന പ്രഘോഷണം ചെയ്യണം. എന്നാലേ നമുക്ക് എന്നിട്ട് ഈ സ്വർഗഭാഗ്യവും നിത്യജീവനും നമുക്ക് ആസ്വദിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്ദി. സുവിശേഷ പ്രഘോഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഓരോ ക്രിസ്തു ശിഷ്യനിലും അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചും സ്ലൈഡുകളുടെ സഹായത്തോടെ വ്യക്തമാക്കി തന്ന അനുസരിച്ചറിഞ്ഞ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായിട്ട്
അരുൺ അച്ഛനെ, ഫാദർ അരുൺ മാത്യു തൈപ്പറമ്പിൽ അച്ഛൻ KRLCBCയുടെ കുട്ടികൾക്കായുള്ള കമ്മീഷന്റെ സെക്രട്ടറിയാണ്. അരുൺ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രമിച്ചിരിക്കട്ടെ. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം. ഒത്തിരി സന്തോഷം. ഞാനിപ്പോ ഇതിൽ കയറിയപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 125 പേരിലധികമായിട്ട് ഈശ്വര വചനമൊക്കെ കേട്ട് തീഷ്ണതയോടെ ഇരിക്കുന്നു. പൊരുത്തപ്പെട്ടവരെല്ലാവരും കാറ്റഗിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കർത്താവിന്റെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നവരൊക്കെയാണ്. 2 പേര് ഞാൻ ഇതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ കണ്ടല്ലോ, ഒന്ന് നിസിയോ, പിന്നെ കെരിഗ്മ. ഈ 2 വേർഡ്സ് ഞാൻ ശ്രദ്ധിച്ചത്. നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ ഒത്തിരി ക്ലാസ് ഒക്കെ ഓൾറെഡി കേട്ടതാണ് അല്ലെ? മിസിയോ എന്ന് പറഞ്ഞാൽ സെൻഡിങ് എന്നൊരു അർത്ഥത്തിനുണ്ട്, മിഷൻ എന്ന അർത്ഥത്തിനുണ്ട്, അയക്കുക എന്നുള്ള അർത്ഥമുണ്ട്, കെരിഗ്മ എന്ന് പറഞ്ഞാൽ പ്രൊക്ലെയിം എന്നുള്ള അർത്ഥമുണ്ട്. നിങ്ങൾക്കറിയാം, പ്രഘോഷിക്കുക എന്നൊക്കെ പറയും. നമ്മള് മതബോധനം എന്ന പേര് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല, അതെടുത്ത് മാറ്റി. പകരം നമ്മൾ എന്താക്കി? ഫെയ്ത്ത് ഫോർമേഷൻ എന്നാക്കി. ഫെയ്ത്ത് ഫോർമേഷൻ മതബോധനത്തെക്കാളും സൂപ്പർ വാക്കാണ് ഫെയ്ത്ത് ഫോർമേഷൻ. വിശ്വാസ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിശ്വാസം പ്രാക്ടീസ് ചെയ്യുക എന്നർത്ഥം. അപ്പൊ വിശ്വാസം പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺഡേ ക്ലാസ് അല്ലെങ്കിൽ കാറ്റഗിസം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ കർത്താവിന്റെ ശുശ്രൂഷ എന്തോ ആയിക്കോട്ടെ, പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ളവരാണ്. പ്രാക്ടീസ് ചെയ്യുന്നവന് മാത്രമേ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. ശരിക്കും നമ്മളെ അത് ഒത്തിരി വളർത്തും. പേഴ്സണലി നമ്മൾ കുട്ടികളുടെ ഇടയിലായിക്കോട്ടെ, നമ്മൾ മറ്റുള്ളവരുടെ വചനം പ്രഘോഷിക്കാൻ പോയിക്കോട്ടെ, ഏറ്റവും വലിയ ഗുണം ആർക്കാണ്? പ്രസംഗിക്കുന്നവനാണ്, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകുന്നവനാണ്. മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആദ്യം പേഴ്സണലി കിട്ടുന്ന ഭയങ്കര ഒരു ഗ്രോത്ത് ഉണ്ട്. ഈശോന്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര സിമ്പിളാണ്. ഒന്നാമത്തെ സംഭവം ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും. അതിന്റെ കാരണം നമ്മുടെ ലൈഫായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്ത കാര്യം മാത്രമേ ഈശോ പറയുള്ളൂ. ഈശോ എന്ത് പറഞ്ഞാലും നിനക്ക് എന്താ അതുകൊണ്ട് ഗുണം, ഇത് ഈശോ പറയും. നിനക്കിതുകൊണ്ട് ഗുണം ഇല്ലെങ്കിൽ നീ ഇറങ്ങണ്ടെന്നേ. ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കണല്ലേ, ഞങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ചിറങ്ങി, എന്താണ് ഞങ്ങൾക്ക് ഗുണം? ഇപ്പൊ ഈശോ അവരോട് ഒരു ഗുണം ഇല്ലെന്നല്ല പറഞ്ഞത്. എന്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ പ്രതിഫലം ഉണ്ടെന്നേ. എന്തോരം? 100 ഇരട്ടി. അവിടെ ചെല്ലുമ്പോഴാണോ? ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി. വരാൻ നിൽക്കുന്ന കാലത്ത് നിത്യജീവൻ, ഒപ്പം പീഡനങ്ങൾ. അതെന്ന് വെച്ചാൽ പ്രതിഫലം ഇല്ലാതെ ഒരു പണിക്ക് ഈശോ വിളിക്കുന്നില്ല. അപ്പൊ നമ്മൾ പിള്ളേരുടെ മുമ്പിലായിക്കോട്ടെ, ആരുടെ മുമ്പിലായിക്കോട്ടെ, ഈശോ പറയാൻ നിൽക്കുമ്പോൾ പ്രതിഫലത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം. നീ എന്തിന് യേശുവിനെ സ്വീകരിക്കണം? നീ എന്തിന് സുവിശേഷത്തിൽ വിശ്വസിക്കണം? നിനക്ക് അതുകൊണ്ട് കുറെ ഗുണമുണ്ട്. ഈശോ ഇല്ലാതൊന്നും പറ്റില്ല. നമ്മുടെ ലൈഫിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയണം. ഈശോ അങ്ങനെയാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഈശോ ക്ലാസ് കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ചില സമയത്ത് ചിലത് പ്രാക്ടിക്കലി കാണിച്ചിട്ട് ക്ലാസ് കൊടുക്കും. എന്തായാലും പ്രാക്ടീസും ഉണ്ട്, ക്ലാസ്സും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ സൺഡേ ക്ലാസ്സിലൊക്കെ ക്ലാസ് മാത്രമായി പോകരുത്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഒരു പ്രശ്നം വന്ന് ഈശോയെന്ന് വിളിക്കാൻ പിള്ളേര് പഠിച്ചില്ലെങ്കിൽ, 12 വർഷം സൺഡേ ക്ലാസ് പഠിച്ച് പിള്ളേര് പുറത്തിറങ്ങിയത് ഫെയിലിയറാണ്. 12 വർഷം നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് പിള്ളേര് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് പള്ളി കയറുന്നില്ലെങ്കിൽ, സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് സ്വീകരിച്ച പിള്ളേര് സ്ഥൈര്യലേപനം കഴിഞ്ഞ് കാറ്റഗിസം നിർത്തുന്നുണ്ടെങ്കിൽ അമ്മ ചിന്തിക്കണം, അവരെ പിടിച്ചിരുത്താൻ എന്താ പറ്റാത്തത്? അവരെ കുതിപ്പിക്കാൻ പറ്റാത്ത എന്താ? കാലഘട്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് ശുശ്രൂഷകൾ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരസഭ ആരംഭിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെയല്ല ഇപ്പോൾ ഉള്ളത്. സഭയിൽ എന്തോരം മാറ്റം വന്നു, സിസ്റ്റത്തിന് എന്തോരം മാറ്റം വന്നു. അന്നും ഇന്നും പ്രഘോഷിക്കാൻ ഒറ്റ കാര്യമുള്ളത് യേശുവാണ്. ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ പറ്റി മാത്രമേ പ്രഘോഷിക്കാനുള്ളൂ. പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് സഭയിലെ ശുശ്രൂഷകളെ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മള് നവീകരണത്തിലോട്ട് വന്നിട്ട് 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി എന്ന് പറയുമ്പോൾ 15 വർഷത്തിന് മുമ്പ് ഞാൻ നവീകരിക്കപ്പെട്ടു, ഇപ്പോ ഞാൻ നവീകരിക്കപ്പെട്ടോ? എല്ലാ ദിവസവും നവീകരിക്കപ്പെടണം. കാരണം 10 വർഷം മുമ്പത്തെ അഭിഷേകം കൊണ്ട് ഇന്ന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം കർത്താവിന് വേണ്ടി നിൽക്കാനും ഇന്നത്തെ ദിവസം പിശാചിനെതിരെ നിൽക്കാനും പുതിയ അഭിഷേകം സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾ ഔട്ട്ഡേറ്റഡാണ്. പിള്ളേർക്കും ആർക്കും ഒന്നും കിട്ടില്ല. കാരണം പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃപ അതിലേറെ വർദ്ധിക്കുന്നുണ്ട്.
എല്ലാ ദിവസവും കൃപ നമ്മൾ സ്വീകരിച്ച് മേടിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് കത്തിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിർത്തുന്നു. 9:30 മണിയായി. നമുക്ക് നിമിഷം കണ്ണടയ്ക്കാം. പ്രിയശോയെ, ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് നിറഞ്ഞ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പോയി പ്രഘോഷിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ ഞങ്ങൾ അറിഞ്ഞ, ഞങ്ങൾ സ്നേഹിക്കുന്ന, രുചിച്ചറിഞ്ഞ ഈശോയെ പ്രഘോഷിക്കാനുള്ള കൃപ നൽകണമേ. ഈശോയെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ കൂടുതൽ ആഴത്തിൽ അറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ. ഇവരുടെ എല്ലാ ദൗത്യങ്ങളെയും കരമിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായെ സ്തുതിക്കട്ടെ. അച്ചു, താങ്ക് യു അരുണച്ചൻ ഫോർ ദിസ് വണ്ടർഫുൾ മെസ്സേജ്. താങ്ക് യു. സമാപന ഗാനത്തിനായിട്ട് സെക്രട്ടറിനെ ഞാൻ ക്ഷണിക്കുന്നു. സെക്രട്ടറി ചേട്ടാ.